മന്ത്രി എ കെ ബാലന് നാദാപുരത്തുകാരുടെ സ്നേഹോപഹാരം. മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി നാദാപുരം ഉപകേന്ദ്രം ഈദ് വിഷു ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച മൈലാഞ്ചിക്കുന്ന സാംസ്കാരിക പരിപാടിയിലാണ് എ കെ ബാലൻ മുഖ്യാതിഥിയായി എത്തിയത്. ചിത്രകാരൻ തണൽ അശോകൻ വരച്ച ഛായാചിത്രം ഉപഹാരമായി നൽകി. എ കെ ബാലൻ എന്ന നേതാവ് നാദാപുരത്തുകാരുടെ പ്രിയപ്പെട്ട ബാലേട്ടനാണ്. കലാച്ചി ഹൈസ്കൂളിലെ വിദ്യാർത്ഥി നേതാവിൽ നിന്നും തുടങ്ങിയ പൊതുജീവിതത്തിലൂടെ ജന്മനാടിന് നൽകിയ സേവനങ്ങളെല്ലാം ഇന്നാട്ടുകാർ സ്മരണയോടെ ഓർക്കുന്നു. 2 തവണ മന്ത്രിയായപ്പോൾ എ കെ ബാലന്റെ ഇടപെടലിലൂടെ നാദാപുരത്തിന് അനുവദിച്ചു കിട്ടിയ വികസന നേട്ടങ്ങൾ ഏറെയായിരുന്നു. മാപ്പിള കലാ അക്കാദമി ഉപകേന്ദ്രം ഉൾപ്പെടെ നിരവധി പദ്ധതികൾക്കാണ് നാദാപുരത്ത് തുടക്കമിട്ടത്. നാദാപുരം രാഷ്ട്രീയ ഭിന്നതകൾക്കപ്പുറം ഏറെ അംഗീകരിക്കുന്ന നേതാവ് കൂടിയാണ് അദ്ദേഹം. വിദ്യാർത്ഥി ജീവിതത്തിന് ശേഷം പാലക്കാട് പ്രധാന തട്ടകമായി തിരഞ്ഞെടുത്തെങ്കിലും ജന്മനാടിന്റെ വികസന മുന്നേറ്റങ്ങൾക്ക് ആ നേതാവ് ശക്തമായ പിന്തുണ നൽകിയിരുന്നു. പാലക്കാട് ജില്ലാ കൗൺസിൽ പ്രസിഡന്റ്, ഒറ്റപ്പാലം ലോക്സഭാ അംഗം, 4 തവണ നിയമസഭാ അംഗം, 2 തവണ മന്ത്രിപദം, സമര പോരാട്ടങ്ങളുടെ നേതൃനിരയിലേക്ക് ഉയർന്നു വന്ന നേതാവിന് അർഹിക്കുന്ന അംഗീകാരങ്ങൾ തേടിയെത്തിയെങ്കിലും നാദാപുരത്തുകാർ അതിലേറെ ആഗ്രഹിച്ചിരുന്നു. അത്രമേൽ ഈ നാട് സ്നേഹിക്കുന്നു പ്രിയ നേതാവിനെ. ഒരു നാട്ടുകാരൻ എന്ന നിലക്ക് അദ്ദേഹം ഇവിടെ അടയാളപ്പെടുത്തിയിട്ടാണ് പോയത്. KSCBയുടെ ഡിവിഷൻ ഓഫീസും സാംസ്കാരിക വകുപ്പിൻ്റെ ഈ ഉപകേന്ദ്രവും വെള്ളൂർപ്പിയുടെ പേരിൽ ഉള്ള മറ്റൊരു കേന്ദ്രവുമെല്ലാം തന്നെ അദ്ദേഹം നമ്മുടെ നാട്ടിൽ നൽകിയ സംഭാവനയാണ്. ഇപ്പോഴും നമ്മുടെ നാട്ടിലെ സാംസ്കാരിക വകുപ്പുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട VP കുഞ്ഞേഷനും പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മെമ്പറും എല്ലാം തന്നെ ഉത്സാഹിച്ചു. നമ്മുടെ സാംസ്കാരിക വകുപ്പ് കേരളത്തിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന സാംസ്കാരിക സംഘങ്ങളുടെ കലാപരിപാടികൾ, ആ കലാപരിപാടികൾ കേരളത്തിൽ തിരുവനന്തപുരത്തും കോഴിക്കോട്ടൊക്കെ പ്രദർശിപ്പിക്കൽ സാധാരണ ഉണ്ടാവാറുണ്ട്. എന്നാൽ അത്തരം പ്രദേശങ്ങൾ ഗ്രാമപ്രദേശമായ നാദാപുരത്തേക്ക് കൂടി എത്തിക്കാൻ നിങ്ങൾ സാംസ്കാരിക മന്ത്രിയിൽ ഒരു സമ്മർദ്ദം ചെലുത്തണം. ഈ ഉപകേന്ദ്രം ഒരു വലിയ സംഭവമാക്കി മാറ്റാൻ അത് സഹായകരമാകും എന്ന ഒരു നിർദ്ദേശം നേതാക്കന്മാരുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഈ വിഷുദിനത്തിൽ ഈ നല്ല പരിപാടി ഒരുക്കിയ ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുന്നു. നിർത്തുന്നു. ജയ്. അവിടെ നിന്ന് വളർന്ന് വലുതായി കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക മന്ത്രിയാവുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് പിറന്ന നാട്ടിന് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ഉള്ളിലുള്ള ആഗ്രഹം CH മോഹനും അതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി പ്രവർത്തകന്മാർ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് എന്തെങ്കിലും എൻ്റെ നാട്ടിന് ചെയ്യണമെന്നുള്ള ആ ഒരു മനസ്സാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ മോയിൻകുട്ടി അക്കാദമി സാംസ്കാരിക കേന്ദ്രം.